ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആന്റിയമ്മ തുറന്നടിച്ച് തന്നെ കൃഷ്ണനോടും സുജാതയോടും പറയുന്നുണ്ട്, കൺമണിയെ ആദരിക്കുന്ന ചടങ്ങില് ഞാനിവിടെ സഹകരിക്കില്ല എന്ന്. നിന്നെ പോലെ വാക്ക് മാറ്റുന്ന സ്വഭാവം എനിക്കില്ല എന്ന് പറഞ്ഞ് സുജാതയെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് ആന്റിയമ്മ. അപ്പോൾ സുജാതയ്ക്കാണെങ്കിൽ ഇത് കേട്ട് വിഷമാവുന്നുണ്ട്. കൃഷ്ണ ആണെങ്കിൽ കൂളായിട്ട് തന്നെ നിൽക്കുകയാണ്. സുജാത ആന്റിയമ്മയോട് പറയുന്നുണ്ട്, തരം പോലെ മാറ്റിയതൊന്നുമല്ല മനസ്സ്, സത്യം തിരിച്ചറിഞ്ഞപ്പോൾ തെറ്റ് തിരുത്തിയതാണെന്ന്. അപ്പൊ ആന്റിയമ്മ ചോദിക്കുകയാണ്, അതിന് നീ എന്ത് തെറ്റാ ചെയ്തത് സുജാതെ? മാനസെ അംഗീകരിക്കണം എന്ന് പറഞ്ഞതോ? കൃഷാണ് കേട്ടോ ഇതിന് മറുപടി കൊടുക്കുന്നത്. അതെ, അമ്മയ്ക്ക് ആ തെറ്റ് മനസ്സിലായി, അതുകൊണ്ട് തന്നെ ആന്റിയമ്മയുടെ വാക്കില് ഇനി വീഴില്ല. ഇതൊക്കെ കേട്ട ആന്റിയമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. നീ എന്നെ ആക്ഷേപിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനോടും ചൂടാവാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ജയമോഹൻ അവിടെ എത്തുകയാണ്. ജയമോഹൻ സ്നേഹത്തോടെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് എന്തോ വലിയ സീരിയസ് ചർച്ചയൊക്കെ നടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ കൃഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് പിന്നെ ആന്റിയമ്മയെ വിളിക്കാതെ ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് പോയി, മതിയല്ലോ. ആന്റിയമ്മയ്ക്ക് ദേഷ്യം വന്നു, അതിന്റെ ഒരു ചൂടായിരുന്നു. എന്നിട്ട് ജയമോഹന്റെ മുമ്പിൽ വെച്ച് ആന്റിയമ്മയോട് സോറിയൊക്കെ പറയുന്നുണ്ട് കൃഷ്. ഉടനെ അങ്ങോട്ടേക്ക് സാഗറും എത്തി. ജയമോഹനെ കണ്ടിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള വരവാണെന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നും ഒക്കെ പറയുകയാണ് സാഗർ. സത്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഞാൻ ജയമോഹനെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. ജയമോഹൻ ചോദിക്കുന്നുണ്ട് എന്ത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന്. സാഗറിന് അത് പറയാൻ കുറച്ച് മടിയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി ജയമോഹൻ പറയും, കാര്യം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് തന്നെ പറയട്ടെ. എന്റെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു തരാമെന്ന് പറയാനല്ലേ. സാഗർ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? മറ്റെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ അലിഗയിൽ നിക്ഷേപം നടത്തിയതെന്നാണോ? ഞാൻ അത്ര ചീപ്പാണെന്നാണോ നിങ്ങളെല്ലാവരും കരുതിയത്? കൃഷി മാനസയെ കല്യാണം കഴിക്കാത്തത് കൊണ്ട് അലിഗയുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുമെന്നാണോ നിങ്ങൾ എന്നെക്കുറിച്ച് അങ്ങനെയാണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? ഏതായാലും ജയമോഹന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. തുടർന്ന് ജയമോഹൻ സാഗറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് സാഗറിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഞാൻ തന്റെ സഹോദരനാണോ? ഇത് എന്റെയും കൂടെ വീടല്ലേ? എന്തെങ്കിലും കരാറ് വെച്ചിട്ടാണോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചത്? അതുകൊണ്ട് എന്റെ പണം തിരിച്ചു തരുന്നതിനെ പറ്റി താൻ ഇനി ചിന്തിക്കേണ്ട. ഇനി അതല്ല, ഞാനൊരു ബാധ്യതയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞു, ഞാനായിട്ട് അങ്ങ് മാറിക്കോളാം. ജയമോഹന്റെ വാക്കുകളിലെ ആത്മാർത്ഥത മനസ്സിലാക്കി സാഗർ ജയമോഹനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുന്നു. ജയമോഹന് നന്ദിയും പറയുന്നു. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ആന്റിയമ്മയാകട്ടെ, ഓ ഈശ്വര, ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നീര വേണത് എന്നൊക്കെ സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ജയമോഹൻ അക്കാര്യം അറിയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്താണെന്ന് സുജ ചോദിക്കുമ്പോൾ ജയമോഹൻ അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ കൃപ ഓടി വരികയാണ് അങ്ങോട്ടേക്ക്. ഫംഗ്ഷൻ നമുക്ക് ഞായറാഴ്ച ഫിക്സ് ചെയ്താലോ എന്ന് ചോദിച്ചുകൊണ്ട്. ജയമോഹൻ വന്നിരുന്നത് കൃപ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ജയമോഹനെ കാണുന്നതും കൃപ ആകെ സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. പിന്നീട് അവർ തമ്മിൽ കുറച്ച് തമാശ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശേഷം ജയമോഹൻ ചോദിക്കുന്നുണ്ട്, നീ ഒരു ഫംഗ്ഷന്റെ കാര്യത്തിനെ പറ്റി ചോദിച്ചായിരുന്നല്ലോ, അതെന്താണ്? ഇനിയിപ്പോ എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ പറയണ്ടാട്ടോ എന്ന് പറഞ്ഞതും സാഗർ പറയാണ്, ജയമോഹനോട് പറയാൻ പറ്റാത്തതായിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. കൺമണിക്ക് ഇവിടെ ഒരു സ്വീകരണം കൊടുക്കുന്ന കാര്യത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ജയമോഹനും അത് കേട്ട് കൊള്ളാലോ എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ സാഗർ പറയും, കൺമണി അലിഗയ്ക്ക് ഒരു വലിയ നേട്ടം കൊണ്ടുവന്നതെന്ന് അത് അറിഞ്ഞു കാണുമല്ലോ. യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് കിട്ടിയതല്ലേ എന്ന് ജയമോഹൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അത് തന്നെ, ഒരു വലിയ അപകടത്തിന്റെ നടുവിൽ നിന്നാണ് കൺമണി ആ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിനെല്ലാത്തിനും കൂടെ കൺമണി ഒന്ന് അനുമോദിക്കാന്ന് വെച്ചു. ഇവിടെ ചെറിയ രീതിയിൽ ഒരു ഫംഗ്ഷൻ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ രീതിയിലെന്ന് സാഗർ പറയുന്നത് കേട്ടിട്ട് ചെറിയ രീതിയിലോ ഫംഗ്ഷൻ ഗ്രാൻഡായിട്ട് നടത്തണമെന്നാണ് ജയമോഹന്റെ അഭിപ്രായം. കൺമണി അതിന് അർഹയാണെന്നും പറയുന്നു. തുടർന്ന് ഫംഗ്ഷന് ഞങ്ങളെയൊക്കെ വിളിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതെന്ത് ചോദ്യ ജയമോഹ? നമ്മുടെ ബന്ധുത്വത്തിന്റെ ജയമോഹനായിരിക്കും അന്നത്തെ പ്രധാന അതിഥി. ഒറ്റയ്ക്ക് വന്നാൽ പോരെന്നും ഹേമയും കൂടെ കൂട്ടി വരണമെന്നും സുജാത പറയുന്നുണ്ട് ജയമോഹനോട്. അക്കാര്യത്തിൽ ഉറപ്പ് കൊടുക്കുന്നുണ്ട് തിരിച്ച് ജയമോഹനും. എന്നാൽ പോകാൻ നേരത്ത് ആന്റിയമ്മ അക്കാര്യത്തിനെ പറ്റി ചോദിക്കുകയാണ്. ജയമോഹൻ നേരത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണത്? എന്നാൽ താൻ അതിപ്പോ പറയില്ലെന്നും അത് ഇവിടുത്തെ ചടങ്ങ് നടക്കുന്ന ദിവസം പറയാമെന്നും ജയമോഹൻ പറയുന്നത് കേട്ട് സുജാത സംശയത്തോടെ ചോദിക്കുകയാണ്, മാനസയ്ക്ക് എന്തെങ്കിലും പ്രപ്പോസൽ വന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പറയാനാണോ? ഒക്കെ അന്ന് പറയാമെന്നാണ് ജയമോഹന്റെ തിരിച്ചുള്ള മറുപടി. ജയമോഹൻ എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടെ ജയമോഹൻ പോയതിനു ശേഷം മാനസയ്ക്ക് എന്തോ പ്രപ്പോസൽ വന്നിട്ടുണ്ട്, അത് തന്നെ അവനെ വഴിയുള്ളൂ എന്ന് സുജാത മറ്റുള്ളവരോട് ഉറപ്പോടെ തന്നെ പറയുന്നുണ്ട്. അതങ്ങ് നടന്നാൽ മതിയായിരുന്നെന്നും പ്രാർത്ഥിക്കുന്നുണ്ട് സുജാത. എന്നാൽ കൃഷിന് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അങ്കിളിനെയും ആന്റിയെയും ഈ ചടങ്ങിന് ക്ഷണിക്കേണ്ടായിരുന്നു എന്നാണ് കൃഷി പറയുന്നത്. ആ പറഞ്ഞത് കേട്ട് ആന്റിയമ്മയ്ക്ക് ഒട്ടും രസിക്കുന്നില്ല. ഓഹോ, പാലം കടക്കുവോളം നാരായണ, പാലം കിടന്നപ്പോ കൂരായണ അല്ലേ? ജയമോഹന്റെ മനസ്സ് നന്നായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അല്ലെങ്കിലേ ഇപ്പൊ 100-300 കോടി അങ്ങോട്ട് എടുത്തു കൊടുക്കണമായിരുന്നു. വീണ്ടും വഴക്കാവാൻ പോകുന്നത് കണ്ടിട്ട് സാഗർ മുൻപേ പറഞ്ഞു വെക്കുന്നുണ്ട്, എന്റെ കൃഷ് ആന്റിയമ്മേ, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സുജാതയും അത് തന്നെയാണ് പറയുന്നത്. അതെ, നമ്മളിപ്പോ പരസ്പരം തർക്കിക്കേണ്ട സമയമില്ല. ഫംഗ്ഷൻ എങ്ങനെ കളറാക്കാമെന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. കൃപ ഉത്സാഹത്തോടെ മുന്നോട്ട് വന്നിട്ട്
കൃഷിനോടായിട്ട് പറയാണ്, ഏട്ടാ നമുക്ക് ആദ്യം കൺമണിയെ വിളിച്ചിട്ട് ഡേറ്റ് ചോദിക്കാം, പിന്നെ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ വിളിച്ചോട്ട് പോവുകയാണ് കൃപ അവിടെ നിന്ന്. ആന്റിയമ്മയ്ക്കാണെങ്കിൽ കൺമണിയെ അനുമോദിക്കുന്നതിന്റെ ഭാഗമായി നടത്താൻ പോകുന്ന സന്തോഷവും ആഘോഷങ്ങളും ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവരെ മുഖം കറുപ്പിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം മാനസ ജയമോഹനെ വിളിച്ചിട്ട് കാര്യങ്ങൾ എന്തായെന്നും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചോ, എന്തായിരുന്നു റിയാക്ഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയമോഹൻ മാനസയെ അറിയിക്കുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ലെന്ന്. എന്താ അവിടെ ചെന്ന് എല്ലാവരെയും കണ്ടപ്പോൾ മനസ്സ് മാറിയതാണോ എന്നുള്ള മാനസയുടെ ചോദ്യം കേട്ടിട്ട്, മനസ്സ് മാറിയതല്ല മോളെ, പറയാൻ കൂടുതൽ കൃത്യമായ ഒരു അവസരം ഉടനെ തന്നെ വരുന്നുണ്ട്. ഈ ബോംബ് നമുക്ക് ആ ദിവസം പൊട്ടിക്കാമെന്ന് കരുതി. അതായത് കൺമണിയെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട്, നമ്മളെയും ക്ഷണിക്കും. അപ്പോൾ കാര്യങ്ങൾ അന്ന് അറിയിച്ച എല്ലാവരെയും ഞെട്ടിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. മാനസയ്ക്ക് മനസ്സിലാവുന്നില്ല കൺമണിക്ക് വേണ്ടി എന്തിനാണ് ഫംഗ്ഷൻ വെക്കുന്നതെന്ന്. അപ്പോൾ ജയമോഹൻ പറഞ്ഞു കൊടുക്കും, അലികയ്ക്ക് വീണ്ടും ഒരു പ്രോജക്റ്റ് കൺമണി വഴി കിട്ടിയതിന്റെ ഫംഗ്ഷൻ ആണ് അതെന്ന്. ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട് മാനസയ്ക്ക്. ഓ, അപ്പൊ അവള് വീണ്ടും ഹീറോയിനായല്ലേ, അവൾക്ക് വേണ്ടി ഫംഗ്ഷനും വെക്കുന്നു എന്നൊക്കെ കൺമണിയോടുള്ള പകയിൽ പറയുമ്പോൾ, മോളെ ആ ഫംഗ്ഷന് വേണം നമ്മൾ കാര്യം അറിയിച്ച് ഞെട്ടിക്കാൻ. എന്താ അത് പോരെന്ന് ചോദിക്കുന്നുണ്ട് ജയമോഹൻ. മാനസയും പിന്നെ അത് മതിയെന്ന് തന്നെ പറയുകയാണ്. ആഘോഷത്തിന്റെ അന്ന് തന്നെ മതി വെടി പൊട്ടിക്കാനെന്നൊക്കെ പറയുന്നുണ്ട് മാനസ. വരുൺ മുറിയിലേക്ക് കടന്നു വന്നപ്പോ വരുണിന്റെ മുമ്പിലും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയാണ് മാനസ. വരുണിന് കാര്യം മനസ്സിലാവുന്നില്ല. അപ്പൊ മാനസ പറയും, എന്റെ വരുണെ എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ലടാ, കൺമണിക്കും കൃഷ്ണനും പണി കൊടുക്കാനുള്ള ഒരു ദിവസം നമുക്ക് വീണ് കിട്ടിയിരിക്കുക. ആ സാഗറിന്റെ ഭാര്യ സുജാതാന്റി ഉണ്ടല്ലോ, സുജാതാന്റി കൺമണിക്ക് അവിടെ ഒരു സ്വീകരണം കൊടുക്കുന്നു. ആ ദിവസം ഞാനും അവിടെ പോകും. ഓസിന് ഫുഡ് അടിക്കാനാണെന്നൊക്കെ ഇതിനിടയിൽ വരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മനസ്സ് പറയും, അല്ലടാ പണി കൊടുക്കാൻ. അന്നൊരു പണി സാഗർ കുടുംബത്തിന് മൊത്തത്തിൽ അങ്ങ് കൊടുക്കും, കൺമണിയും കൃഷ്ണനെയും വീഴ്ത്തുകയും ചെയ്യും. വരുൺ അപ്പോഴേക്കും ഒരു ഐഡിയ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അക്കാര്യം മാനസികമായിട്ട് പങ്കുവെക്കും. വേറൊന്നുമല്ല, ലഹരി കേസ്. കൺമണിയെ കഞ്ചാവ് കേസിൽ നമുക്ക് കൊടുക്കാം. ലഹരി കേസ് ആകുമ്പോൾ ജാമ്യം കിട്ടില്ല. അവിടെ ഫംഗ്ഷൻ നടക്കുന്ന ദിവസം ഫംഗ്ഷന്റെ ഇടയിൽ അറസ്റ്റും നടക്കും. ഫംഗ്ഷൻ അങ്ങ് പൊളിയുകയും ചെയ്യും. അവൾ ആ ജീവനന്തകാലം അകത്തും കിടക്കും. എന്താ പക്ഷേ മാനസിക അതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം കൺമണിയെ കഞ്ചാവ് കേസിലൊക്കെ പെടുത്തുകയാണെങ്കിൽ അതങ്ങോട്ട് ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. കൃഷിനെ വേണം പിടിക്കുക. ലഹരി കേസിൽ കുടുങ്ങേണ്ടത് കൃഷായിരിക്കണം. വരുണിനും അത് കൊള്ളാമെന്ന് തോന്നുകയാണ്. മാനസയ്ക്ക് ഒടുക്കത്തെ ബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞ് മാനസയെ കുറച്ച് പൊക്കി വയ്ക്കുന്നുണ്ട്. തുടർന്ന് മാനസ തന്റെ കണക്കുകൂട്ടലുകളൊക്കെ പങ്കുവെക്കുകയാണ്. കൃഷിനെ അറസ്റ്റ് ചെയ്ത അവർ ആ ഫംഗ്ഷൻ എന്തായാലും നിർത്തിവെക്കും. കൃഷിന് കൊടുക്കാനുള്ള മരുന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ വരുണ കാര്യങ്ങളൊക്കെ ഏൽക്കുന്നുണ്ട്. വീര്യം കൂടിയ മരുന്ന് തന്നെ നമുക്ക് ഒപ്പിക്കാം. നമുക്ക് അനിരുദ്ധിനോട് പറയാം. അനിരുദ്ധിനാവുമ്പോൾ ലഹരി കേസിലെ പ്രതികളെയൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ സംഘടിപ്പിക്കാന്ന് ഉറപ്പ് പറയുകയാണ്. മാനസ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, വരുൺ ഇത്തവണ കാര്യങ്ങളെല്ലാം എന്റെ നേതൃത്വത്തിലായിരിക്കും നടക്കാൻ പോകുന്നത്. വരുൺ ഒരു കാഴ്ചക്കാരനായി ഒതുങ്ങി നിന്നാൽ മാത്രം മതി. ഈ ഒരു പണി കൊടുക്കലിനെ ഓപ്പറേഷൻ കൺമണി എന്നൊക്കെ അവർ പേരിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ കൺമണി ഉണ്ടല്ലോ, വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കുമെന്നും കൃഷി ജയിലിലാകുന്നതോടെ കൺമണിയും വീഴും എന്നൊക്കെ മനക്കോട്ട കെട്ടിക്കൊണ്ട് സന്തോഷത്തിൽ മുങ്ങി നിൽക്കുകയാണ് മാനസയും വരുണും. അതിനുശേഷം കാണിക്കുന്ന കൃഷിയും കൃപയും കൂടിയിട്ട് കൺമണിയെ വിളിക്കുകയാണ്. ഫംഗ്ഷൻ ഡേറ്റ് എന്ന് വേണമെന്ന് കൺമണിയാണ് പറയേണ്ടതെന്നും ഞങ്ങൾക്കിവിടെ ഏത് ഡേറ്റും ഓക്കെയാണ്, അതുകൊണ്ട് കൺമണിക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ് പറയാൻ പറഞ്ഞപ്പോ ഈ തലയിലേക്കെട്ട് നാളെ അഴിക്കും, പിന്നെ കയ്യിലേക്കെട്ടും ഉടനെ തന്നെ അഴിക്കും, അതുകൊണ്ട് അതും പ്രശ്നമില്ലെന്ന് കൺമണി അറിയിക്കുന്നത് കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഞായറാഴ്ച ഫിക്സ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് കൃപ. അതിന് ഓക്കെ പറയുന്നുണ്ട് കൺമണി. ഈ സമയത്തെല്ലാം കൃഷും കൺമണിയോട് സംസാരിക്കാനായിട്ട് എടുക്കാൻ കൂട്ടുന്നത് കൃപ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് കൺമണിയോട് തന്നെ പറയും, ഇവിടെ ഒരാൾ കുറേ നേരമായിട്ട് അമ്മ വല്ലതും തരണേന്ന് പറഞ്ഞിരിക്കുക, ഞാൻ ഫോൺ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് കൃഷിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് കൃപ. അങ്ങനെ കൺമണിയോട് സംസാരിക്കുന്നുണ്ട് കൃഷ്. അപ്പൊ കൺമണി കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് അവസാനിക്കാൻ പോവുക. സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെല്ലാം സന്തോഷം തന്നെയാണെന്നാണ് കൺമണിയുടെ മറുപടി. പിന്നെ കൺമണിക്ക് ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. ഇനിയും സർപ്രൈസോ എന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടുകയാണ് കൺമണി. പക്ഷെ കൃഷി പറയും, ആ സർപ്രൈസ് ഇപ്പൊ പറയില്ല, ഞായറാഴ്ചയെ പറയൂ എന്ന്. ഇപ്പൊ തന്നെ പറയാൻ കൺമണി തിടുക്കം കൂട്ടുന്നുണ്ടെങ്കിലും കൃഷി അത് തുറന്നു പറയാൻ തയ്യാറല്ല. ഇപ്പൊ ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഞായറാഴ്ചയാവാൻ. അതുകൊണ്ട് ഞായറാഴ്ച അതിരാവിലെ എണീക്കുക, എന്നിട്ട് അണിഞ്ഞൊരുങ്ങി എന്റെ വീട്ടിലേക്ക് വരിക. അവിടെ വെച്ച് നിന്നോട് ഞാൻ ആ സസ്പെൻസ് പറയും. കൺമണി അത് കേട്ട് ചിരിക്കും. പിന്നീടും ഒരുപാട് തമാശകളും പ്രണയമൊക്കെ നിറഞ്ഞ ഫോൺ സംഭാഷണത്തിൽ തന്നെ അവർ രണ്ടുപേരും മുഴുകുകയാണ്. പിന്നീട് വരുണാണെങ്കിൽ അനിരുദ്ധിനെ കൃഷിന് പണി കൊടുക്കാൻ വേണ്ടി മയക്കുമരുന്ന് സംഘടിപ്പിക്കണമെന്നുള്ള ആവശ്യമായിട്ട് വിളിക്കുമ്പോൾ അനിരുദ്ധ ആദ്യം അതിനൊന്നും തയ്യാറാവുന്നില്ല. ഹൃദയ ഇനി കൃഷിന്റെയും കൺമണിയുടെയും പുറകെ പോയി പണി മേടിക്കണമെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ വരുൺ ദേഷ്യത്തിൽ തന്നെ പറയും, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും ഒക്കെ ഒരു സൂപ്പർ തിരിച്ചടി തന്നെ കൊടുക്കണമെന്ന്, എന്നിട്ടെല്ലാം അവസാനിപ്പിക്കാമെന്ന്. ഒരുപാട് തവണ നമ്മൾ നോക്കിയതല്ലേ, എന്നിട്ട് എന്തെങ്കിലും വിജയിച്ചോ എന്നൊക്കെ അനിരുദ്ധ ചോദിക്കുമ്പോൾ മാനസ പറയുന്നത് ഇങ്ങനെയാണ്, ഇത് അതുപോലെയല്ല അനിരുദ്ധ്, ഇവിടെ നമ്മൾ 3 പേരും ഒരുപോലെ നേടാൻ പോവുകയാണ്. കൃഷി ജയിലിലാവും, അതോടെ കൺമണി വരുണിൻ്റെതാകും. ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃഷി എന്റേതും ആവും.
ലഹരിവേട്ട നടത്തി വിജയിച്ച അനിരുദ്ധിന് പ്രൊമോഷനും കിട്ടും, ഡിപ്പാർട്ട്മെന്റിൽ നല്ല പേരും ആവില്ലേ. മാനസയുടെ ഈ പ്രലോഭനങ്ങളെല്ലാം കേട്ട് അനിരുദ്ധിനും താല്പര്യം തോന്നുകയാണ്. എങ്കിലും പറയുന്നുണ്ട് ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്നറിയില്ല, എനിക്ക് സംശയമുണ്ടെന്ന്. അപ്പോൾ വരുണും നിർബന്ധിക്കുകയാണ്, എന്റെ പൊന്ന അനിരുദ്ധെ, തന്റെ കഴിവുകൊണ്ട് തനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേരും ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഉറപ്പാ. തന്റെ കപ്പാസിറ്റി ഒക്കെ എത്രയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെയുള്ള ഉടായ്പിൽ കൂടെയൊക്കെ തനിക്ക് പോലീസ് വകുപ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് താൻ ഞങ്ങളുടെ കൂടെ നിൽക്ക്. അനിരുദ്ധെ, ഇനി സംശയിക്കണ്ട, ഇത് പിഴവുകളെല്ലാം മാറ്റിയിട്ടുള്ള പ്ലാനാണെന്നേ. ഇതിൽ വിജയിക്കുക എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാര്യങ്ങളൊക്കെ ഞാനും വരുണും കൂടെ കൈകാര്യം ചെയ്തോളാം. കൃഷ്ണനെ അറസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് അനിരുദ്ധിന്റെ ജോലിയെന്നല്ല മാനസ അനിരുദ്ധിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞു വരിക, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് 2 ഇടിയും കൊടുത്തിട്ട് അവനെ അങ്ങോട്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുക. എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുളിര് കോരുന്നില്ലേന്നൊക്കെ വരുണും ചോദിക്കുന്നത് കേട്ടിട്ട് അനിരുദ്ധും ഒടുവിൽ ഈ കാര്യത്തിന് സമ്മതിക്കുകയാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണമെന്ന് പിന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമല്ല, കൃത്യമാണെന്നുള്ള അത്രയും ഉറപ്പാണ് മാനസ കൊടുക്കുന്നത്. എങ്കിൽ പിന്നെ ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് അനിരുദ്ധ് ഫോൺ വെക്കുകയാണ് കേട്ടോ. അനിരുദ്ധത്തിന് ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് കേട്ടിട്ട് വരുണിന് തന്റെ സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. മാനസയെ കെട്ടിപ്പിടിച്ച് തുള്ളിച്ചാടുന്നൊക്കെയുണ്ട്. മാനസയും പിന്നെ എതിരൊന്നും പ്രകടിപ്പിക്കുന്നില്ല. വരുണിന്റെ ആ സന്തോഷത്തിൽ കൂടുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ഹേമ ഡോറ് തുറന്ന് മുറിയിലേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ട് അവരൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ മാനസയുടെ അടുത്തേക്ക് വന്നിട്ട്, മാനസെ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ മാനസ ഹേമയോട് പറയും, വരുൺ എന്റെ ഒരു നല്ല ഫ്രണ്ടാണ് അമ്മേ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. എന്നാൽ ഹേമ അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചില്ല. എന്താ ഇവിടെ ഒരു ബഹളമൊക്കെ കേട്ടത്? അല്ല, എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ വരുണിനോട് ചോദിക്കുമ്പോൾ, ഞാനിവിടെ വഴിതെറ്റി വന്നതാണേ എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങാനൊക്കെ ശ്രമിക്കുകയാണ് നമ്മുടെ വരുൺ. വരുൺ പോയതിനു ശേഷവും ഹേമ മാനസയെ ചോദ്യം ചെയ്യുകയാണ്. വരുൺ ആരാണെന്ന് തുറന്നു പറയാൻ തന്നെ ആവശ്യപ്പെടുന്നു. അപ്പൊ മാനസ വരുണിനെ കുറിച്ച് പറയാണ്, അമ്മേ, അതൊരു മണ്ടനാ, ഒരു സൈക്കോ മണ്ടൻ. വരുൺ പോയെന്നോർത്താണ് മാനസത്ത് പറഞ്ഞെങ്കിലും മുറുക്കി പുറത്ത് പതുങ്ങി നിൽക്കുന്ന വരുണാണെങ്കിൽ ഇത് കേട്ടു പോവുകയും ചെയ്തു. മാനസ തന്നെ പറ്റി സൈക്കോ മണ്ടൻ എന്നൊക്കെ പറഞ്ഞു കേട്ട് വരുണ് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഓ, ഞാൻ സൈക്കോ മണ്ടനാണല്ലേടി, കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞ് മാനസക്കിട്ട് എന്തോ ഒരു പണി പണിയാൻ വേണ്ടി പോകുന്നുണ്ട് വരുൺ. പിന്നീട് ആ സന്തോഷപരമായ കാര്യം കൃപ സുജാതയും സാഗറിനെയും വന്ന് അറിയിക്കുന്നുണ്ട്. ഡേറ്റ് ഫിക്സ് ചെയ്തെന്നും നായികയുടെ കോൾ ഷീറ്റ് കിട്ടി, ഫംഗ്ഷൻ നമുക്ക് ഈ ഞായറാഴ്ച തന്നെ വയ്ക്കാം. കൺമണിക്ക് ആ ദിവസം ഓക്കെ, മുറിവിലെ ഡ്രസ്സിംഗ് ഒക്കെ അന്നത്തേക്ക് മാറ്റും. അത് കേട്ട് സുജാതയ്ക്കും പരമസന്തോഷം. അപ്പൊ പിന്നെ നമുക്ക് ഞായറാഴ്ച തന്നെ ഡേറ്റ് ഫിക്സ് ആക്കാം അല്ലേന്ന് ചോദിക്കുകയാണ് സാഗറിനോട്. സാഗർ ആണെങ്കിലും മനസ്സിൽ ദുഃഖം ഉണ്ടെങ്കിലും സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ശരിയെന്ന് തന്നെ പറയും. അതോടൊപ്പം ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നും അന്നത്തെ ദിവസം ദേവ്ജിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ദേവ്ജി മകന്റെ വീട്ടിലേക്ക് പോകും, അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിന്. എങ്കിലും സാരമില്ല, ഞാൻ ദേവ്ജിയോട് പറഞ്ഞോളാം, ദേവ്ജിക്ക് കാര്യം മനസ്സിലാവും എന്ന് പറയാണ് സാഗർ. ഉടനെ കൃഷ് ആണെങ്കിൽ അപ്പൊ പിന്നെ നമുക്ക് ഫംഗ്ഷൻ ഞായറാഴ്ച തന്നെ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞ ആവേശം കാണിച്ചതും കൃഷിന്റെ ഉത്സാഹം കണ്ടിട്ട് കൃപ കൃഷിനെ കളിയാക്കുകയാണ്. തുടർന്ന് ബലരാമനെയും ഇക്കാര്യം അറിയിക്കണം എന്നുള്ള താല്പര്യത്തില് സുജാത ഫോൺ ചോദിക്കുകയാണ് സാഗറിനോട്. എന്നാൽ ബലരാമനോട് അക്കാര്യം പറയേണ്ടെന്നാണ് സാഗർ തീരുമാനിച്ചിരിക്കുന്നത്. ബലരാമനോട് പറയേണ്ടെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അത് കേട്ട് എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. അച്ഛനെ എന്തോ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എന്താതെന്നൊക്കെ ചോദിക്കുകയാണ് കൃഷ്. പക്ഷെ സാഗർ പറയും, എന്തൊളിപ്പിക്കാൻ, ഞാൻ സാവകാശം പറയാമെന്നാണ് പറഞ്ഞത്. പിന്നെ അതിനെപ്പറ്റിയുള്ള വിഷയം കൃഷും കൃപയും വിടുന്നുണ്ട്. ഞായറാഴ്ചത്തെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കണ്ടേന്ന് പറഞ്ഞ് കൃപ കൃഷിനെ വിളിച്ചോട്ട് പോകും. പക്ഷേ സുജാതയുടെ മനസ്സിൽ അപ്പോഴും സാഗർ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞെന്നുള്ള ആലോചനയാണ്. പിന്നീട് സാഗർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടിട്ട് സുജാത ഇതിനെക്കുറിച്ച് വന്ന് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബലരാമനെ ഫംഗ്ഷന് വിളിക്കേണ്ടെന്ന് സാഗർ പറഞ്ഞതെന്ന്. സാഗർ അപ്പോൾ സുജാതയുടെ മുമ്പിൽ ഉരുണ്ട് കളിക്കുകയാണ്. അങ്ങനെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ നമ്മുടെ മോനല്ലേ, വീട്ടിലെ ഫംഗ്ഷൻസിന് മക്കളെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ആ ഒരു ഉദ്ദേശത്തിലും കൂടെ പറഞ്ഞതാ. എന്നാൽ സുജാത അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നുമല്ല സാഗർ പറഞ്ഞതെന്നും. പിന്നെ ഞാൻ 2 ദിവസമായിട്ട് സാഗറിനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഒരു രഹസ്യം സാഗർ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് തന്നോടെങ്കിലും പറയാൻ സുജാത നിർബന്ധം കാണിക്കുകയാണ്. സാഗറിന്റെ മുഖത്തെ ചെറിയ മാറ്റങ്ങൾ പോലും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തോ ഒരു ഗുരുതരമായ രഹസ്യം സാഗർ എന്നെ അറിയിക്കാതെ മറച്ചു പിടിക്കുന്നുണ്ട്. എനിക്കത് അറിയണം. എന്താ കാര്യമെന്ന് എന്നെ ചോദിക്കുകയാണ് സുജാത വീണ്ടും. അപ്പോഴേക്കും സാഗർ അത് പറയാൻ തുടങ്ങുകയാണ്. ഒരു കാര്യമുണ്ട് സുജു, എനിക്കും ചേച്ചിയമ്മയ്ക്കും മാത്രമേ ആ കാര്യം അറിയൂ. എന്നിട്ട് ഫോൺ എടുത്ത് ബലരാമനെ കുറിച്ച് പറഞ്ഞ ആ വോയിസും മാഫിയയുമായിട്ട് ബന്ധമുണ്ടെന്ന് കാണിക്കുന്ന ആ ഫോട്ടോസും സുജാതയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട് സുജാത അത് കണ്ടിട്ട്. എങ്കിലും താൻ ഇത് വിശ്വസിക്കുന്നില്ല എന്ന മട്ടിൽ തന്നെയാണ് സുജാതയുടെ പ്രതികരണം.